എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമാണ് ഓരോ സിനിമകളുമായിട്ട് പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ മലയാള സിനിമയിലോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു പടത്തിലൂടെ സജിലിൻ്റെ കടകൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല. പക്ഷെ അത് OTT വന്നപ്പോൾ ഞാൻ ആ പടം കാണുകയും ഞാൻ സജിലിനെ വിളിച്ചായിരുന്നു, ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. കാര്യം ഹക്കീമിനെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ ട്രailer-എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ആ സിനിമ കാണുകയും ആ സിനിമ കണ്ട് സജിലിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷെ അന്ന് അഭിനന്ദിക്കാൻ പറ്റാത്തതിന് ഇപ്പോൾ അഭിനന്ദിക്കുന്നു. അതുപോലെ പുതിയൊരു കമ്പനി മലയാള സിനിമയിലോട്ട് വരുന്നത് ഒരുപാട് സന്തോഷം. ഇനിയും നല്ല സിനിമകൾ, ഒരുപാട് നല്ല സിനിമകൾ ആ കമ്പനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ടുള്ള കഷ്ടപ്പെട്ട് സിനിമയാണ് കണ്ടത്. ഇത്രയും വലിയൊരു ലോഞ്ച് ആണ് സിനിമയ്ക്ക് ചെയ്തത് ഭയങ്കര സന്തോഷം. പിന്നെ അമീറും സുഹൃത്തും ഒക്കെ നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരാണ്. ഞാനും അവരുടെ സിനിമ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സിനിമ നന്നായി വരട്ടെ. ഇനി ഒരുപാട് നല്ല സിനിമകൾ സിനിമ ചെയ്യുന്നുണ്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കാൻ അറിയില്ല. എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. സച്ചിൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്കുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ രണ്ടാമത്തെ സിനിമയിലും അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസരം ഇല്ലെങ്കിൽ ഞാൻ നാഗചേച്ചിയായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും സജിലിനും അതുപോലെ തന്നെ സാഗർ എല്ലാവരും വളരെ അടുത്ത നല്ല അനിയന്മാരാണ്, പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. എൻ്റെ പേര് സഹറു. കാര്യമായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല. നമ്മളൊരു വൃത്തിക്ക് നമ്മളെ നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു കോളേജ് പടം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ വരട്ടെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. എൻ്റെ പേര് വീണ്ടും വയസ്സ്. എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസറാണ്, മൻസൂർക്കാരാണ്. കാരണം ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ വലിയ കോൺഫിഡൻസിലാണ്, ഞങ്ങളുടെ കോൺഫിഡൻസ് കണ്ടിട്ടാണ് സ്വർഗീയ സിനിമ ചെയ്യാത്ത പറഞ്ഞത്. ബിഗ് താങ്ക്സ് ടു മൻസൂർക്ക. താങ്ക് യു മൻസൂർക്ക. പിന്നെ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ സജിനും പറഞ്ഞ നല്ല പരിപാടിയാണെന്ന് ബാക്കിയൊക്കെ ഇഷ്ടമാണ്. നമസ്കാരം. എൻ്റെ എല്ലാവർക്കും നന്ദിയുണ്ട് വന്നു ചേർന്ന എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ. എൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകളുടെ ഒരു സിനിമയാണ്. എൻ്റെ നാട്ടുകാരനാണ് പ്രൊഡ്യൂസ് മൻസൂർ. പിന്നെ സഫറു ആണെങ്കിലും അമീറാണെങ്കിലും എൻ്റെ അടുത്ത് നേരത്തെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അവരെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടുകാരനാണ്, മലപ്പുറത്തുകാരാണ്. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന പണി എന്ന സിനിമ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല. പണി എന്ന സിനിമയിൽ എന്നെ ഒരുപാട് ഞെട്ടിച്ച താരങ്ങളാണ് ഇവർ രണ്ടുപേരും. പിന്നെ പ്രിയപ്പെട്ട ശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ ജോണി ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേരുടെ ഇഷ്ടമുള്ളവരുടെ ഒരു കൂട്ടമാണ് ഇന്ന് ഈ സിനിമയിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഡർബി വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സജിലിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ അശോകൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഷോ കണ്ട സിനിമയാണ് ഞാൻ കടകൻ എന്ന സിനിമ. ഒരു പുതിയ ഫിലിം മേക്കറുടെ ഒരു പാകപ്പിഴയില്ലാതെ തന്നെ വളരെ മനോഹരമായ ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത ഒരു സംവിധായകനാണ്. അതും എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് ഒരു നാടിനുള്ള സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഈ ഡർബി സിനിമയ്ക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്നും ഈ ഒരു സിനിമത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.